പ്രത്യേകിച്ച് പറയണേ 5 ലക്ഷം റുപ്യങ്ങളെ കയ്യിൽ റെഡിയിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഏത് ഇന്നോവ നമ്മളെ യാർഡിലുള്ള ഏത് ഇന്നോവ നിങ്ങൾക്ക് 5 ലക്ഷം റുപ്യ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവരും പെരുന്നാൾ ഓഫർ പറഞ്ഞിട്ട് എന്താ കൊടുക്കല് 25-30 റുപ്യൊക്കെ കുറച്ചിട്ട് കൊടുക്കല്. നമ്മളെന്ത് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം റുപ്യ ഒറ്റയടിക്കാണ് താത്തിയിട്ട് നമ്മൾ കൊടുക്കാൻ പോണത്. ഞാൻ ഉറപ്പ് പറയാം, 100% ഉറപ്പ് പറയാം, അത്രയും ബഡ്ജറ്റ് കുറച്ചിട്ട് ആരും ചെയ്യാത്തൊരു ഓഫർ നമ്മൾ കൊടുക്കാൻ പോണത്. അപ്പോൾ 9 മിനിറ്റ് നിങ്ങൾ വീഡിയോ ഇരുന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് മുതലായിക്കണമെന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഓട്ടോപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുപോലെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സ്റ്റോക്ക് അപ്ഡേഷൻ കൊടുത്തിട്ട് ഒരുപാട് കാലമായി വീഡിയോസിൽ, കാരണം ഫേസ്ബുക്കിലൊന്നും നിങ്ങൾ കാണുന്നുണ്ടാവില്ല ലോങ് ആയിട്ടുള്ള വീഡിയോസ്, ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നില്ല എന്ന്. ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും, കാരണം അത്രയും ബമ്പർ സാധനത്തിൽ നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ ഓട്ടോബ് എന്നുള്ള ടീം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൽ സ്പെഷ്യൽ സാധനം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ മസ്റ്റായിട്ട് ഫുള്ള് കാണാം. ഒരു ഇന്നോവ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഇന്നോവൻ്റെ ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടോളി, നഷ്ടമാവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയാം, 100% ഉറപ്പ് പറയാം, അത്രയും ബഡ്ജറ്റ് കുറച്ചിട്ട് ആരും ചെയ്യാത്തൊരു ഓഫർ നമ്മൾ കൊടുക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും പെരുന്നാൾ ഓഫർ പറഞ്ഞിട്ട് എന്താ കൊടുക്കല് 25-30 റുപ്യൊക്കെ കുറച്ചിട്ട് കൊടുക്കല്. നമ്മളെന്ത് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം റുപ്യ ഒറ്റയടിക്കാണ് താത്തിയിട്ട് നമ്മൾ കൊടുക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നോരോന്നോരം എങ്ങനെ പരിചയപ്പെടുത്താം. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കും ലിസ്റ്റും കാര്യങ്ങളൊക്കെ എത്ര റുപ്യ കൊടുക്കുക എന്നുള്ളത് കറക്റ്റ് നമ്മൾ എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ എഴുതുന്നതാണ് ഇത് കജ്ജിൽ വെച്ചുകൊണ്ട് പൊട്ടിച്ച് കൊടുത്തുവിട്, പെരുന്നാൾ നമുക്ക് വേണമെന്നുള്ള രീതിക്കാണ് നമ്മൾ വർത്താനം പറയണത്. ഓക്കെ, അപ്പോൾ പെരുന്നാൾക്കുള്ള അങ്ങനെ കോസ്റ്റ്യൂം പുതിയൊരു ടൈപ്പ് സാധനം ഉഷാറല്ലേ, അതെങ്ങനെ ഉണ്ടെന്ന് അത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ, നിങ്ങൾ നേരായിട്ടുള്ള അഭിപ്രായം പറയാം. കാരണം ഇത് ഓഫറാണോ, അത് പറ്റുമോ, എന്താ എങ്ങനെ ഉണ്ട്, ഇതിന് ഈ ഒരു ഐഡിയ നല്ലതാണോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും പറയാം. യൂസ് നിൽക്കുന്ന ഓഫറാണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ ഒരു 8 നോമ്പ് കിട്ടുകയാണെങ്കിൽ ശനിയാഴ്ച വരെ ഉണ്ടാവും. പെരുന്നാൾ ശനിയാഴ്ച കയറാം. ഇനി അതല്ല യൂസ് ആണെങ്കിൽ വെള്ളിയാഴ്ച പെരുന്നാൾ കയറാം. അപ്പോൾ അത് എന്നാണോ പെരുന്നാൾ അന്ന് വരെ നമ്മളെ ഓഫർ നിൽക്കുന്നുണ്ട്. അതാണ് നിങ്ങളോട് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തുടങ്ങി. നമുക്ക് ഫസ്റ്റ് നമുക്ക് 2011 വണ്ടി. ഈ വണ്ടി ഞാൻ ഏകദേശം ഒരു മാസം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ Type 2 സ്റ്റോക്ക് കണ്ടീഷനിൽ. ഇന്ന് ആ വണ്ടി നമ്മളെ കുറച്ച് ആൾക്കാരെ നിർദ്ദേശം കൊണ്ട് Type 4 ചെയ്തു. ഈ ചെറിയ ലോഗോ കാര്യങ്ങൾ, നമ്പർ പ്ലേറ്റ്, സൈഡ് ക്രോം, ഡോർ വീഡിങ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് സാധനമാണ് ഫിറ്റാക്കിയാൽ സ്റ്റാറായി. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 2011 സിംഗിൾ തേർഡ് ഓണർ വണ്ടി. കേരള NOC പേരിൽ ഇഷ്യൂ ആയതുകൊണ്ടാണ് ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. പക്ഷേ നമ്മൾ ഓഫർ എന്തായാലും പറഞ്ഞിടാം. പിന്നെ ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അതുപോലെ 8 സീറ്റാണ്, ഇൻ്റർകൂളറാണ്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഉണ്ട്. Type 4 വർക്ക് കഴിഞ്ഞ വണ്ടി. അപ്പോൾ ഈ വണ്ടീൻ്റെ എന്നല്ല, നമ്മൾ ഈ യാർഡിലുള്ള എല്ലാ ഇന്നോവയ്ക്കും നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ 7 ദിവസം നമ്മളെല്ലാ ഇന്നോവയും 5 ലക്ഷം റുപ്യങ്ങളുടെ കയ്യിലുണ്ടോ വണ്ടി കൊണ്ടുപോയിക്കോളി. പ്രത്യേകിച്ച് പറയണേ 5 ലക്ഷം റുപ്യങ്ങളുടെ കയ്യിൽ റെഡിയിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഏത് ഇന്നോവ നമ്മളെ യാർഡിലുള്ള ഏത് ഇന്നോവ നിങ്ങൾക്ക് 5 ലക്ഷം റുപ്യ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഒന്നുകൂടെ പറഞ്ഞുതരാം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടികൾ ഏതൊക്കെ നമ്പറാവാത്ത വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഫിനാൻസ് കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ഒരു 5 ലക്ഷം റുപ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം, ഡെലിവറി എടുക്കുക. ബാക്കി പേപ്പർ വർക്കിൻ്റെ സമയത്ത് നോക്കിയാൽ മതി. ഓക്കെ, NOCൻ്റെ സമയത്ത് ബാക്കി എമൗണ്ട് സെറ്റിൽ ചെയ്യുക. അത് നമ്മൾ വെച്ചിട്ടുള്ള ഓഫറാണ്. 7 ദിവസം നിൽക്കുന്ന ഓഫറാണ്. വിളിച്ചോളി. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിലപ്പോൾ വേവലാതി ഉണ്ടാവും. ഇതെന്താ സംഭവം, 5 ലക്ഷം റുപ്യക്ക് വണ്ടിയോ, എന്താ കാര്യങ്ങൾ, പേപ്പറുണ്ടോ കാര്യങ്ങൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഇവിടെ 2 നമ്പർ ഡിസ്പ്ലേയിൽ വലുതാക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വിളിക്കുക, കോൺടാക്ട് ചെയ്യാം. അത് തുടങ്ങല്ലേ 6/25 2011 V ഇൻ്റർകൂളർ Type 4 ആക്കി എല്ലാ വർക്കും കഴിഞ്ഞ വണ്ടി 6/25 ഫിക്സ്ഡ് റേറ്റ്. പിന്നെ ഒരു കാര്യം വേണ്ട, ഫിക്സ്ഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ വിളിക്കല് ചോദിക്കല്, കാരണം കഴിയൂല, കയ്യത്തോണ്ടാണ് മാക്സിമം റേറ്റ് പറഞ്ഞത്. 2011 ടോക്കൺ ആയതാട്ടോ. 2012 ലിവ 2.90 ഫിക്സ്ഡ് റേറ്റ് ആണ്. അതിനൊന്നും നമുക്ക് ചെയ്യാമല്ല. ഇനി ഇവിടെതാ ഈ വെള്ളാന നമുക്ക് 25 ലക്ഷം റുപ്യ കൊടുക്കുക. സിംഗിൾ ഓണർ വണ്ടി ഇവിടെ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. 1.60 ഓടിയുണ്ട്. ഫുൾ കമ്പനി സർവീസ്, നോ റീപ്ലേസ്മെൻറ്റ്. അതും 4x4 ഓട്ടോമാറ്റിക് 17 മോഡൽ. 25 ലക്ഷം റുപ്യ കൊടുക്കുക. ഓട്ടോമാറ്റിക് ആകുമ്പോൾ 4 ലക്ഷം റുപ്യ എടുത്ത് ടാക്സ് വരിക വണ്ടിക്ക്. ഓക്കെ, അതിന് സ്പെക്ക് തിരിച്ചറിയാനുള്ളതാണ് ഈ സ്പെക്ക് വീല്. ഓക്കെ, ഈ സ്പെക്ക് മനസ്സിലാക്കി, ഈ വീല് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്പെക്ക് മനസ്സിലാവും 4x4 ആണോ 2 വീലാണോ. ഇനി ഇവിടെ ഇതാക്കണേ 2010 V സിൽക്കി ഗോൾഡ് വണ്ടി. കമ്പനി സിൽക്കി ഗോൾഡാണ്. Type 2 കമ്പനി സ്റ്റോക്കാണ്. KL71 B നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. ഓൾറെഡി കുറേ മുമ്പ് നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് ചോദിക്കുന്നത് ചെറിയ 8 സീറ്റാണോ വെച്ചാൽ 8 സീറ്റാണ്. ചെറിയ ഒരു ബഡ്ജറ്റിൽ കൊടുക്കുക 4.65 റെഡി കൊടുക്കുക. നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കുക 4.65 കേട്ടോ. ഇൻ്റർകൂളർ എഞ്ചിനാണ് 10 V. ഇത് സെയിലായ വണ്ടിയാണ് കേട്ടോ. 15 V. നിങ്ങൾ ഒരുപാട് പേര് വിളിച്ച വണ്ടിയാണ്. 15 ഇനി V വേറെ വരാണ്ട്. ഓക്കെ, 2013 V ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. 13, 12 ഉണ്ടോ ഇതാക്കണേ. 5 ലക്ഷം റുപ്യയുടെ കയ്യിലുണ്ടോ കൊണ്ടുപോയിക്കോളി. 2013 V സെക്കൻഡ് ഓണർ വണ്ടി 1,50,000 ഓടിയിട്ടുണ്ട്. നമുക്ക് വണ്ടി നിങ്ങൾക്ക് ഡെലിവറി എടുക്കാൻ 5 ലക്ഷം റുപ്യ മതി. ബാക്കി പേപ്പർ വർക്കിൻ്റെ സമയത്ത് നമുക്ക് കൊടുക്കാം. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 7.95 2013 V ആണ് കേട്ടോ. പ്രൈസ് നോക്കിക്കോളി. ഓഫറാണോ അല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇത് നമ്മുടെ ക്രിസ്റ്റ Z ഓട്ടോമാറ്റിക്. ഒരുപാട് പേര് ചോദിക്കുന്ന കളറാണ് Z ഓട്ടോമാറ്റിക്. കളറല്ല, വേരിയൻ്റ് ആണ്. വൈറ്റ് കളറുമാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന കളറുമാണ്. അപ്പോൾ 2017 Z ഓട്ടോമാറ്റിക് സെക്കൻഡ് RC 1.35 ഓട്ടം 17.65
കേരളാക്കിയിട്ടുള്ള പൈസ കേട്ടോ. പിന്നെ ഇതാ അവിടെ 17 മോഡല് മാനുവൽ വണ്ടി, G4 മാനുവൽ വണ്ടി, ചോദിക്കുന്ന പ്രൈസ് 12.85 ഫിക്സ്ഡ് കേട്ടോ. അതൊക്കെ ഫിക്സ്ഡ് റേറ്റ് ആണ്. ഇവിടെ ഒന്ന് ചോദിക്കരുത് നിങ്ങൾ. ഇനി ഇവിടെ അത്യാവശ്യം നല്ല വർക്ക് കയറിയ ഇന്നോവ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ എടുക്കണം എന്ന് ഞാൻ പറയണമെന്ന് പറയാം. നോക്കിക്കോളി, ഹെഡ്ലൈറ്റ് 32, GR ഗ്രില്ല്, സ്കേർട്ടിങ്, സൈഡ് ക്രോം, സ്റ്റിക്കർ വർക്ക്, ഇന്റീരിയർ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മളെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അതൊക്കെ അങ്ങോട്ട് കുത്തി കയറ്റിയിട്ട് വണ്ടി മാം. അതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 7 ലക്ഷം റുപ്യ. 11, 12 സിംഗിൾ ഓണർ വണ്ടി, 1,10,000 കിലോമീറ്റർ ഓടിയ വണ്ടി, കിഡിലെ വണ്ടി. ഒന്നും പറയാല്ല, ഒരു നെഗറ്റീവ് എന്ന് പറയണ്ടാവില്ല. ഒരുപാട് ഇന്നോവൻ്റെ ആവശ്യക്കാർക്ക് ആഗ്രഹം മൂത്തുള്ള ഒരു കളറാണ് സിൽക്കി ഗോൾഡ്. എന്നാൽ കൊണ്ടേക്കോളി 2012 V. നല്ല ഇന്റീരിയറും കാര്യങ്ങളും, ഇന്റീരിയർ സീറ്റാറൊക്കെ ആണെങ്കിൽ ഒരു ബ്രൗൺ ടച്ച് സീറ്റാറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ക്ലീൻ സ്പെക്ക്. 1,70,000 ഓടിയിട്ടുണ്ട്. വണ്ടി പക്കയാണ്. മെയിനായിട്ട് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ഗ്ലാസ് ഓൾറെഡി റീപ്ലേസ്. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് 7 ലക്ഷം റുപ്യ. 11, 12 വർക്ക് എടുത്ത വണ്ടീൻ്റെ അതേ റേറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഓഫർ അല്ലേ ആണോ നിങ്ങൾ നോക്കിയിട്ട് പറയട്ടോ. കറക്റ്റനല്ലേ? കറക്റ്റനാണ്. 12 V 7 ലക്ഷം റുപ്യ കേട്ടോ. ഇനി ഇവിടെ 2015 5 ലക്ഷം റുപ്യാണെങ്കിൽ ഡെലിവറി എടുക്കട്ടാവും. ഇനി ഇതും കൊടുക്കാം നമുക്ക്. 5 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ 5 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടേക്കോളി. പേപ്പർ വർക്കിൻ്റെ സമയത്ത് ബാക്കി നിങ്ങൾ സെറ്റിൽ ചെയ്താൽ മതി. 8.25 കൊടുക്കുന്നത്. 2015 G4 ഫുൾ വർക്ക് കഴിഞ്ഞ വണ്ടി. സൈഡ് സ്കേർട്ടിങ്, ഫ്രണ്ട് ക്രിസ്റ്റ സ്കേർട്ടിങ്, അലോയ് വീല് 17 സൈസ് അലോയ് വീല്, യോക്കോമേൻ്റെ ടയർ, മൊത്തത്തിൽ വർക്ക് കഴിഞ്ഞ വണ്ടി. 8.25 ഫിക്സ്ഡ്. ഇനി ഇതവിടെ ഒരു കരിമ്പുലി. ഇതൊക്കെ പൊടി പിടിച്ചെടുക്കണം വെച്ചാൽ നോമ്പാണ്, നമുക്ക് വൃത്തിയാക്കണമെന്നും സമയം കിട്ടില്ല. പക്ഷെ അത് വൃത്തിയാക്കി ഫിനിഷാക്കി സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കണം. കരിമ്പുലി ലുക്കിൽ. ആ കരിമ്പുലിക്ക് ഒരുപാട് പേര് വിളിച്ചിനി. എന്താ പറയുക, 2012 G4 കരിമ്പുലി. അതിൻ്റെ വില കൊടുക്കാം നമുക്ക്. ഏത് 11ൻ്റെ വിലക്ക് നമുക്ക് 12 G4 കൊടുക്കാം. G4 വെച്ചിട്ട് ഒരു കുറവില്ല. വീൻ്റെ അലേവിയിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ, സീറ്റ് അവർ അഡീഷണൽ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ലപോലെ വർക്ക് എടുത്ത വണ്ടി. നമുക്ക് ഫിക്സ്ഡ് 7 ലക്ഷം റുപ്യ കേട്ടോ. കരിമ്പുലിയാണ്. 12 G4 സെക്കൻഡ് ഓണർ, 1.70 ഓട്ടം. നല്ല ലൈറ്റൊക്കെ നോക്കിയാണെങ്കിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ? അയ്യോ കിട്ടില്ല. ഓക്കെ, ഇനി ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ 2016 ഓട്ടോമാറ്റിക് വണ്ടി 13 റുപ്യ കേട്ടോ. 2016 ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ടൈപ്പ് 3A കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടി, ബ്രൗൺസ് കളർ. എത്ര ചോദിക്കണേ? 13.5 ലക്ഷം റുപ്യ. ഇനി ഇവിടെ നോക്കിക്കോളി, 2017 ക്രിസ്റ്റ ഫുള്ള് സെറ്റപ്പ് പറഞ്ഞാൽ ഫുള്ള് കമ്പനി സർവീസ്. ഒരു റീപ്ലേസ്മെൻറ്റ് ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മെയിൻ ഗ്ലാസ്മേ ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് നമ്മൾ മാറ്റി കൊടുക്കും. പാർട്ടി വന്ന് വണ്ടി കണ്ട് എല്ലാം ഓക്കെ ആയിട്ട് എല്ലാം ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ട് കൊടുക്കും. എത്ര ചോദിക്കേണ്ടത്? 15 ലക്ഷം റുപ്യ ഫിക്സഡ്. 2017 G4 ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്കിന് ഒരുപാട് പേര് ആവശ്യക്കാരുണ്ട്. വിളിച്ചോളി കൊണ്ടേക്കോളി. 17 സൈസ് സെഡിൻ്റെ അലവിൽ ചെയ്തിട്ടുണ്ട്. യോക്കോമേൻ്റെ ടയറും കാര്യങ്ങളൊക്കെ MRFൻ്റെ ടയർ കേട്ടോ. യോക്കോമേ MRF. ഓക്കെ, അത് C8ൻ്റെ ടയർ. C8ൻ്റെ ടയറും കാര്യങ്ങളും ഏകദേശം ഒരു 70% ത്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈപ്പ് 3 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ 2019 G ഓട്ടോമാറ്റിക് ക്രിസ്റ്റ. ഏത് 85,000 കിലോമീറ്റർ ഓടിയുള്ള വണ്ടി. 18.25 ഫിക്സ്ഡ് നമ്മൾ കൊടുക്കാം. 19 G ഓട്ടോമാറ്റിക് ക്രിസ്റ്റ GX പ്ലസ് കേട്ടോ. ഇത് ടൈപ്പ് 1 സ്റ്റോക്ക് കണ്ടീഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പെരുന്നാൾ പ്രമാണിച്ച് നമ്മളെ യൂസ് നിൽക്കുന്ന ഓഫർ. ഓക്കെ, അപ്പോൾ ആവശ്യക്കാർ ഈ പേപ്പറിലുള്ള മുഴുവൻ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് പുറത്ത് ഒരു 10 കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വരും. അതിൻ്റെ അപ്പോൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ യൂസ് നമ്മൾ ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടും. ഈ യൂസ് നിങ്ങൾ ഇങ്ങനെ അറിയിച്ചുകൊണ്ടേ നിൽക്കും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ എന്തൊക്കെയെന്നുള്ളതൊക്കെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോബിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ 5 ലക്ഷം റുപ്യേൻ്റെ ഓഫർ ഉണ്ടാവുള്ളൂ. വേറെ എവിടെ ആണെങ്കിൽ അന്വേഷിച്ചോളി. ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, നിങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടിയെങ്കിൽ പറയാൻ വേണ്ടി. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയ അത്യാവശ്യത്തിൽ ലെങ്ത്തുള്ള ഒരു 10 മിനിറ്റ് ആയോ? 9 മിനിറ്റ് അല്ലേ? അപ്പോൾ 9 മിനിറ്റ് നിങ്ങൾ വീഡിയോ ഇരുന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് മുതലായിക്കോണമെന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. പേജും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ ഫോളോ ചെയ്യുക. 2 നമ്പർ വലുതാക്കി കൊടുക്കുന്നുണ്ട്, വിളിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഇൻഷാല്ലാ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കൊണ്ടുപോകാതൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം.